പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്ത ആകെ ആളുകളുടെ എണ്ണം ഇപ്പോൾ 8 ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 പേരെ തിരുവനന്തപുരത്തു നിന്നും ഒരാളെ കോട്ടയത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമൽ എന്നയാളെയാണ് ഏറ്റവും ഒടുവിൽ കോട്ടയത്തു നിന്നും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും ഈ കേസിൽ നിരവധി പ്രതികൾ പിടിയിലാകാനുണ്ട്. ഇവർ എവിടെ എന്നത് സംബന്ധിച്ച കാര്യത്തിൽ പോലീസിന് കൃത്യമായ ധാരണയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300 പേരെയാണ് പോലീസ് ഇതിനോടകം തന്നെ അവരെ മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. കൊലപാതക ശ്രമം, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായമായി ആൾക്കൂട്ടം ചേരൽ തുടങ്ങിയ വകുപ്പുകളെല്ലാം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേതൃത്വത്തിന്റെ അറിവില്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ആക്രമണം എന്നുള്ള വിശദീകരണമാണ് ഇന്നലെ CPM നൽകിയിരുന്നത്. പിണറായി വിജയന്റെ ആരാധകർ വൈകാരികമായി പ്രതികരിച്ചതാണ് എന്നുള്ളതായിരുന്നു മുൻ ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ വർക്കല MLA-യുമായ വി ജോയ് ഇന്നലെ പരിഹാസ രൂപേണ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഏതെങ്കിലും ആരാധക വൃന്ദം നടത്തിയ ഒരു ആക്രമണമല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു വരികയാണ്. ഈ കേസിൽ മുൻ കൗൺസിലർ കൂടിയായ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ IP ബിനു ഈ വാഹനത്തിന് നേരെ ചീമുട്ടയെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെ അറസ്റ്റിലായ 5 പ്രതികളെയും രാത്രി 11:45-ഓടെയാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കി പിന്നീട് AR ക്യാമ്പിലേക്ക് തിരികെ എത്തിച്ചത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം ഇന്ന് അറസ്റ്റിലായ ആരോമൽ, അമൽ, അതോടൊപ്പം അനിൽകുമാർ, ഈ 3 പേരുടെയും വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലായി 40 ഇടങ്ങളിൽ പരിശോധന നടത്തി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കൂടുതലിടങ്ങളിലെ പരിശോധന തുടരുന്നു എന്നുള്ള കാര്യവും സിറ്റി പോലീസ് അറിയിക്കുന്നുണ്ട്. ആറ്റുകാൽ ഉണ്ണി മുൻ കൗൺസിലറാണ്. അതോടൊപ്പം തന്നെ IP ബിനു, ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളുടെ വീട്ടിലും പോലീസ് എത്തിയിരുന്നു. പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ല. മറ്റ് കേന്ദ്രങ്ങളിലേക്ക്, ഒളിവിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമം നടക്കുന്നു എന്നുള്ള കാര്യവും പോലീസ് മേധാവി അടക്കം വ്യക്തമാക്കുന്നു. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിൽ പൂജിതമാക്കുന്നു മാത്രമല്ല. പോലീസിന് ഇന്നലെ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ച മറച്ചുവെക്കാൻ മുഴുവൻ പ്രതികളെയും അടിയന്തരമായി കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കുക എന്നത് മാത്രമാണ് ഇനിയുള്ളൊരു പ്രതിവിധി. അതിനായുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്തുടനീളം പോലീസ് ഇപ്പോൾ നടത്തിവരുന്നത്. മൽത്തേരം പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.